നമ്മളിന്നൊരു ചേമ്പ് മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ചേമ്പ് തൊലി കളഞ്ഞ് ഇതുപോലെ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി ഇടുക. അതിലേക്ക് 5 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക, ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കുക, ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. പിന്നെ ഒരു സവാളയാണ് ചെറുത് നമ്മൾ ചേർക്കുന്നത്. അതിനകത്ത് ചെറിയുള്ളിയാണ് കുറച്ചുകൂടി നല്ലത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായി വേവിക്കുക. ഒരു 5-6 മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് ഇത് തുറന്ന് ഇളക്കി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 കഷ്ണം കുടംപുളിയും ചേർക്കുക. നമ്മളിതിൽ 2 കഷ്ണം കുടംപുളി ഇട്ടു. പുളി ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം ഈ കഷ്ണം നമ്മൾ പുളിക്കഷ്ണം എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇനി ഇത് മൂടി കത്തിച്ച് വേവിച്ചെടുക്കുക. ടോട്ടൽ ഒരു 15 മിനിറ്റോളം ഇത് വേവിച്ച് എടുക്കണം. ഇപ്പോൾ ഏകദേശം ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഈ അരപ്പ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഈ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 4 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക. ഇത് കറിയിലേക്ക് ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റ് അതൊന്ന് മൂടി വയ്ക്കണം. അതിനുശേഷം തുറന്നിളക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ചേമ്പ് മുളകിട്ടത് റെഡി. ടിഡിങ് ടിഡിങ്.